സെവൻ സീറ്റർ ആയിട്ട് XUV, ബൊലേറോ, ടവേര, അതേപോലെ തന്നെ സ്കോർപിയോ, എർട്ടിക ഉണ്ടല്ലോ. എർട്ടിക 2 വണ്ടിയല്ലേ, 3 വണ്ടിയുണ്ട്. 3 എർട്ടിക സ്റ്റോക്ക് ഉണ്ട്. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണെന്നാ ഇവർ പറയുന്നത്. ഇത് മോഡൽ എത്ര വരുന്നത്? 2006 മോഡലാണ്. 2006 മോഡലാണ്. ഓക്കെ, വണ്ടി എന്ന് പറയും. വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി അത്രക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് പെയിന്റിങ്ങും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ആയിട്ട് സ്കാർട്ടിങ് ഉള്ളു പുറത്തൊക്കെ ആണെങ്കിൽ പണി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി തട്ടുമുട്ടൊന്നുമില്ലല്ലോ, പരിക്കൊന്നുമില്ലല്ലോ. മെയിൻ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ഇന്നുള്ളത് തിരൂർ വലിയപ്പാടം അൽഹംദി യൂസർ കാർ ഷോറൂമിലാണ്, മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് വരുന്നത്. ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് 7 സീറ്റർ വണ്ടികളാണ്. മാക്സിമം ഒരു 8 വണ്ടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. എന്നോടൊപ്പം ഉള്ളത് ഷമീമാണ്. ഷമീം എന്തൊക്കെയുണ്ട്? സുഖല. ഇവിടുത്തെ മാനേജറാണ് ഷമീം. അപ്പൊ ഓണർ ആദിലാണ്. അപ്പോൾ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ആദിലിനെ അറിയാം. ആദിൽ ഇപ്പൊ പുറത്തു പോയിക്കുന്നത്. ഇവിടെ 7 സീറ്റർ ആയിട്ട് XUV, ബൊലേറോ, ടവേര, അതേപോലെ തന്നെ സ്കോർപിയോ, എർട്ടിക ഉണ്ടല്ലോ. എർട്ടിക 2 വണ്ടിയല്ലേ, 3 വണ്ടിയുണ്ട്. 3 എർട്ടിക സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എർട്ടിക വണ്ടി കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. 3 വണ്ടി ഇവിടെ നമ്മളിപ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു XUV തുടങ്ങാം. ഇതൊരു കർണാടക വണ്ടിയാണ്, റേസിന് മാറ്റിയിട്ടില്ല. അപ്പോ ഇതിപ്പോ നിങ്ങൾ റേസ് മാറ്റി കേരള നമ്പറിൽ കൊടുക്കാം. കേരള നമ്പർ നിങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ പ്രൈസ് ആണ് നിങ്ങൾ ചോദിക്കുന്നത്. കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇത് വണ്ടി എത്ര മോഡൽ വരുന്നത്? 2016 മോഡല് W6 ആണ് വേരിയന്റ്. ഓക്കെ. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും ഇത്? 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നു. 1 ലക്ഷം ഓടിക്കുന്നു അല്ലേ? ഓക്കെ. വണ്ടി എന്തുപാട് ആക്സിഡന്റ് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഇത് മൈലേജ് എത്ര കിട്ടും? ഇതൊരു 13 വരെ കിട്ടും. 13 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഇതിലൊക്കെ എയർ ബാഗ് എത്ര വരുന്നുണ്ടാവും? 2 എയർ ബാഗ്. 2 വരുന്നുള്ളൂ. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇത് എത്ര നിങ്ങൾ കേരള നമ്പർ ആക്കി കൊടുക്കുകയാണെങ്കിൽ? 7,17,000 കൊടുക്കാം. കേരള നമ്പർ 7,15 ആണ്. ഓക്കെ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ? ഫിനാൻസ് ഇപ്പൊ നമ്പർ ആയതിനു ശേഷമല്ലോ പറയാൻ പറ്റുള്ളൂ അല്ല? ഓക്കെ. അപ്പോ 7,15 ആണ് ഇവർ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും മാറ്റി ചെയ്ത് കൊടുക്കാം. വില കുറച്ചു തരും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഈ താറ് പോലത്തെ ഒരു വണ്ടി കാണുന്നുണ്ട്. എന്താണ് താറല്ല? ജീപ്പാണ്. ജീപ്പാണ് മോഡൽ DI ജീപ്പാണ്. ഓക്കെ. താറാക്കിയതാണ്. ഓക്കെ. താറിലേക്ക് കൺവേർട്ട് ആക്കിയത്. ഓക്കെ. നല്ല എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല? വണ്ടിന്റെ ചെലവ് വണ്ടി പണിയെടുപ്പിക്കാൻ ജീപ്പിനേക്കാൾ കൂടുതൽ ഫണ്ട് ഇതിനെ ആയിട്ടുണ്ടാവും എന്തായാലും. പവർ സ്റ്റിയറിംഗ് വണ്ടി കേട്ടോ. സീറ്റ് അവർ കാര്യങ്ങള്. ഓക്കെ. എന്തൊക്കെ ചെയ്തിരിക്കണ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ആർട്ടോപ്പ് താറ് താറിന്റെ ആ ഒരു ലുക്കിൽ തന്നെ നിങ്ങൾ എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ മാക്സിമം എത്ര ചോദിക്കണത്? ഇത് നമ്മള് 2,65 ചോദിക്കണേ. 2,65 ചോദിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ചെറിയ തോതിൽ വ്യത്യാസം. ഓക്കെ. ഇതിന് പറ്റിയ ആൾ തന്നെ വരണ്ടേ? അതായത് ഒരു താറ് പ്രേമികൾക്ക് പറ്റിയ വണ്ടിയാണ്. 2,65 എന്ന് പറയുമ്പോ അത്രയും നിങ്ങൾ കണ്ടമാനം ഇതിന് ചെയ്തിരിക്കണത് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഇത് വില കുറയോ? എന്തെങ്കിലും മാറ്റി ചെയ്തോളൂ അല്ലേ? ഓക്കെ. എർട്ടിക ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2015 മോഡൽ. 15 മോഡലാണ് അല്ലേ? ഓക്കെ. വണ്ടി എന്ന് പറയും? വണ്ടി വീഡിയോ ആണ് ഓപ്ഷൻ. മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് വീഡിയോ ഓപ്ഷൻ ഡീസലാണ്. ഓക്കെ. വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓടിക്കുള്ളത്? ഇത് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കിലോമീറ്റർ കറക്റ്റ് ആണോ എന്നറിയില്ല, പറയാൻ പറ്റില്ല. ഓക്കെ. എത്രയും ചോദ്യം? ഇത് നമ്മള് 5,60 വെക്കണം. 5,60 വില കുറച്ച് കൊടുക്കൂലേ? 5,60 ചോദ്യം. വില നെഗോഷ്യബിൾ ആണ്. പിന്നെ മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര കയറും? ഇത് നമുക്ക് 5 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. 5 രൂപ കയറൂല്ലേ? 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ തീർക്കല. എന്തായാലും ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന വില അല്ലല്ലോ, എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ. 50 രൂപന്റെ ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോ ബാണാങ് വിളിച്ചോ. അടിച്ചാപ്പൊളി ടവേര നമുക്ക് പരിചയപ്പെടാം. വണ്ടി നല്ല വണ്ടിയല്ല, നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണെന്നാ ഇവർ പറയുന്നത്. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2006 മോഡലാണ്. 2006 മോഡലാണ്. ഓക്കെ. വണ്ടി എന്ന് പറയും? വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി അത്രക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് പെയിന്റിങ്ങും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ആയിട്ട് സ്കാർട്ടിംഗ് ഉള്ളു പുറത്തൊക്കെ ആണെങ്കിൽ പണി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി തട്ടുമുട്ടൊന്നുമില്ലല്ലോ, പരിക്കൊന്നുമില്ലല്ലോ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ, വേറെ ബോണറ്റ്. ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. ഓക്കെ. 2026 ഓഗസ്റ്റ് വരെ പേപ്പർ ഫുള്ള് ക്ലിയർ. ടാക്സ് ആണെങ്കിൽ 29 വരെ ടാക്സ് ഉണ്ട്. 2029 വരെ ടാക്സ് ഉണ്ട്. ടാക്സ് ഉണ്ടല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണമല്ലോ? ഇത് നമ്മൾ 2,20,000 രൂപ ചോദിക്കണം. 2,20,000 ചോദിക്കണ്ടല്ലേ? ഓക്കെ. വില കുറയോ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ. വില കുറച്ച് തരും കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി.
എർട്ടിക വണ്ടി നോക്കാം. എർട്ടിക ഡീസലാ പെട്രോൾ? ഡീസൽ ഉണ്ട്. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഹൈബ്രിഡ് ആണല്ലോ? ഹൈബ്രിഡ് അല്ല, ഇത് 2012 മോഡൽ ZDI വേരിയന്റ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ്. 2012 മോഡലാണ് ഓപ്ഷൻ വരുന്നത്. ZDI പ്ലസ് ഉണ്ട് അതിൽ? പ്ലസ് ഇല്ല, അതിൽ ZDI ആണ് അന്നത്തെ. അന്നാളെ ZDI ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ. വണ്ടി എന്തുപാട് റീപ്ലേസ് കാര്യങ്ങൾ? വണ്ടി ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്, മെയിൻ ഡോർ, ഒരു ലെഫ്റ്റ് സൈഡ് ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ബാക്ക് ആണ്? അല്ല, ഫ്രണ്ട് ആണ്. ഫ്രണ്ട് ആണ് അല്ലേ? ഓക്കെ. എന്ത് അപകടം ഒന്നും ഉണ്ടാവില്ല? അപകടമൊന്നുമില്ല. ഓക്കെ. തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ല. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ലെതറിന്റെ ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. 7 സീറ്റ് വണ്ടി അല്ലേ? ഇതിൽ അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും? ഇത് നമുക്കൊരു 16 വരെ കിട്ടും. 16-17 കിലോമീറ്റർ അത്ര കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഹൈബ്രിഡ് ആകുമ്പോൾ ഏകദേശം 20 കിട്ടും മൈലേജ് കിട്ടും. ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് നമ്മള് 3,60,000 രൂപ. 3,60,000 എന്തെങ്കിലും ചെറിയ തോതിൽ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2012 മോഡലാണ്. 3,60,000 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഓപ്ഷൻ വരുന്നത് ZDI അല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോ. ഒരു KL 14 റൈസനിൽ വരുന്ന ഒരു സ്കോർപിയോ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2011 മോഡൽ യമഹോക്ക് എഞ്ചിനാണ്. ഓക്കെ. യമോക്ക് എഞ്ചിനാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? മാക്സിമം എത്ര കിട്ടും? മാക്സിമം ഒരു 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ഓക്കെ. വണ്ടി ഒരു നെരിയാണല്ലേ? നല്ല ബോഡി ഷേപ്പിൽ ഉണ്ട്. ഓക്കെ ഓക്കെ. സ്കോർപിയോ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. ഇത് വണ്ടി ഒരു എങ്ങനെ ഒരു വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമോ? മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 2 ലക്ഷത്തിനോട് അടുത്ത് ഓടിക്കണം. ഓക്കെ 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 ഓക്കെ. ഇത് എന്തെങ്കിലും പണി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചെറിയ ചെറിയ മെക്കാനിക്കൽ പണികളൊക്കെ ഉണ്ട്, നമുക്ക് തീർത്തു കൊടുക്കാം. ഓക്കെ. ചെറിയ പണിയുള്ളൂ, എഞ്ചിൻ പരമായിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമ്മള് 3 രൂപയ്ക്ക് കൊടുക്കാം, ഫൈനലാക്കി 3 രൂപ. മോഡൽ എത്ര നിങ്ങൾ പറഞ്ഞത്? 2011 മോഡൽ. 2011 മോഡലാണ്. 3 രൂപയാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ ഫിനാൻസ് കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ശ്രീരാമൊക്കെ ഫിനാൻസ് ഉണ്ട്. ശ്രീറാം ഫിനാൻസ് കിട്ടൂല. മാക്സിമം ഒരു 10 ഉറുപ്പ ഇറക്കാൻ പറ്റുമോ? ഉറപ്പുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റില്ല. അത് 1 ലക്ഷം 1.25 ലക്ഷം രൂപ. 1.25 വേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. എർട്ടിക നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2017 മോഡലാണ്. 2017 മോഡലാണ്. VDI ആണ് ഓപ്ഷൻ. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് ആണ്. മാക്സിമം 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് 10-20 മേലെ മൈലേജ് കിട്ടൂല. ഓക്കെ. വണ്ടി എന്ത് റീപ്ലേസ്? വണ്ടി റീപ്ലേസ് ആയിട്ട് ആകെ മെയിൻ ഗ്ലാസ് മാത്രമേ. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയിലാണ് പൊട്ടിയിട്ട് മാറിയതാണ്. ഓക്കെ ഓക്കെ. എന്നാൽ കല്ലടിച്ച് പൊട്ടിയിട്ടുണ്ടാവും. ഓക്കെ. വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. 84,000 കിലോമീറ്റർ വണ്ടി ഓടി. 84,000 ഓടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലുണ്ട്. സ്ക്രാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി. 7 സീറ്റ് വണ്ടി അല്ലേ? 7 സീറ്റ്. ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് നമ്മൾ 7,65,000 രൂപ. 7,65,000 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക്. മാക്സിമം എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 10-50 ഒക്കെ ഉണ്ട് ഇറക്കാം. മാക്സിമം ലോൺ തന്നെ കിട്ടുന്നത്. 10-50 വണ്ടി ലോൺ ഇറക്കാൻ പറ്റും തന്നെ. ഓക്കെ. അപ്പൊ നല്ല പ്രൊഫൈൽ, നല്ല സിബിൽ സ്കോർ ട്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം 50-60,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. അപ്പൊ ബാണാങ്ക് ബിയം വന്നോട്ടോ. നമുക്ക് വീണ്ടും ഒരു XUV പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2012 മോഡലാണ്. 12 മോഡലാണ് അല്ലേ? ഇത് ഓപ്ഷൻ ഒക്കെ? ഇത് W8 അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നാള് ഫുൾ ഓപ്ഷൻ W8 ആണ് അല്ലേ? എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടിക്കുന്നില്ല. എത്രാമത്തെ ഓണറിലാണ്? ഇത് 3ാമത്തെ ഓണറാണ്. 3ാമത്തെ ഓണറാണ്. വണ്ടിക്ക് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? നല്ല വണ്ടിയല്ലേ? ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 5,50,000 രൂപ. 5,50,000 ചോദിക്കുന്നത് അല്ലേ? കുറച്ചെടുക്കാം. ഓക്കെ. വില കുറയില്ലേ? കുറച്ചെടുക്കാം. ഫിനാൻസ് ഒക്കെ എത്ര? ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫിനാൻസ് കിട്ടും. 1 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. 2012 മോഡലാണ്. W8 ആണ് ഓപ്ഷൻ വരുന്നത്. അന്നാള് ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ വേഗം വന്നോ. നമുക്ക് നല്ലൊരു അടിച്ചാപ്പൊളി മഹീന്ദ്രന്റെ ബൊലേറോ നമുക്ക് പരിചയപ്പെടാം. വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ വണ്ടി ആരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. ഇത് മോഡൽ എത്ര? 2012 മോഡലാണ്. 2012 MQDI എഞ്ചിനാണ്. ഓക്കെ. നല്ല അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പിന്നെ നല്ല മെക്കാനിക്കാണ് വണ്ടി. മെക്കാനിക്കൽ പരമായിട്ട് നല്ല അടിപൊളിയാണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണടിച്ച ഓടാ. നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? നമുക്ക് 3.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കും. 3.5 രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. വില കുറച്ച് കൊടുക്കും. മാക്സിമം വില ഒക്കെ കുറച്ച് തരും. 3.5 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോ ആരെങ്കിലും വേണമെങ്കിൽ ബിയം വന്നോട്ടോ. നല്ല വണ്ടിയാണ്. ധൈര്യത്തിലെടുക്കാം. ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഒരു വീട്ടിൽ നിർത്താൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പുതിയൊരു വീടുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.